നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് +2 ഇക്കണോമിക്സ് മൈക്രോ ഇക്കണോമിക്സിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്നുണ്ട്. നമുക്ക് 3 മാർക്ക് അതുപോലെ 4 മാർക്ക് വരെ, 1 മാർക്ക് മുതൽ 4 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് ഡിഫറൻസ്. ഓക്കെ, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പൊ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഓക്കെ, ഇത് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക് ആണ്. ഓക്കെ, അപ്പൊ ഇപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന, അതായത് ഓണപരീക്ഷയ്ക്ക് നിർബന്ധമായിട്ട് ഈ ഒരു ചോദ്യം എന്തായാലും വരുന്നതാണ്. മാത്രമല്ല പബ്ലിക് എക്സാമിന് സ്ഥിരമായിട്ട് ഈ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ എക്കണോമിക്സ് തിയറീസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2 മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ ഇക്കണോമിക് തിയറി. ഇക്കണോമിക് തിയറികളെ, സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളെ ഇക്കണോമിക് തിയറീസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2. ഇക്കണോമിക് തിയറീസിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? മൈക്രോ ഇക്കണോമിക് തിയറി എന്നും മാക്രോ ഇക്കണോമിക് തിയറി എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സ് എന്താണ്, മാക്രോ എക്കണോമിക്സ് എന്താണെന്നാണ്. അപ്പൊ ആദ്യത്തെ ഭാഗം അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതും. അപ്പൊ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്നൊരു ചോദ്യം വന്നാൽ അത് 3 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ നമ്മളിങ്ങനെ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ആയിട്ട് എഴുതും. ഏതാ? ഇക്കണോമിക് തിയറീസ് ക്യാൻ ബി ക്ലാസിഫൈഡ്. ഇക്കണോമിക് തിയറീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2. അങ്ങനെ എഴുതുന്നതിന് പകരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇക്കണോമിക് തിയറീസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 അങ്ങനെ എഴുതാം. ഓക്കെ, ഇക്കണോമിക് തിയറീസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2. ക്ലിയർ അല്ലേ? ഏതൊക്കെയാണ്? 1 മൈക്രോ ഇക്കണോമിക് തിയറി, 2 മാക്രോ ഇക്കണോമിക് തിയറി. സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. 1 സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, 2 സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. 1 സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, 2 സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. അത്ര എഴുതുക. എന്നിട്ട് നമ്മൾ അടുത്ത പാരഗ്രാഫിലേക്ക് പോവുക. ഓക്കെ, അടുത്ത പാരഗ്രാഫ് നിങ്ങൾക്ക് നേരെ ഹെഡിങ് വേണമെങ്കിൽ കൊടുത്തിട്ട് എഴുതാം. എന്താണ് ഹെഡിങ്? ഒന്നാമത്തെ എന്താണോ അതിന്റെ ഹെഡിങ് കൊടുക്കുക. മൈക്രോ ഇക്കണോമിക് തിയറി, അല്ലെങ്കിൽ മൈക്രോ ഇക്കണോമിക്സ്, അല്ലെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, അങ്ങനെ എഴുതുക. എന്നിട്ട് നമ്മൾ എഴുതുന്നു, ദ വേർഡ് മൈക്രോ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് മൈക്രോസ്. ദ വേർഡ് മൈക്രോ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് മൈക്രോസ് which means small. എന്താണ്? The word micro is derived from the Greek word which means small. അപ്പൊ അവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് the word micro, MIKRO അല്ല, MICRO എന്ന് എഴുതണം. ഓക്കെ, മൈക്രോ. ഓക്കെ, ചെറുത്. മൈക്രോ, MICRO. The word micro അത് ഇംഗ്ലീഷ് വാക്കാണ്. ആ മൈക്രോ which is derived from the Greek word. ആ ഗ്രീക്ക് വേർഡ് കഴിഞ്ഞിട്ട് നമ്മൾ മൈക്രോസ് എന്ന് എഴുതും. ആ മൈക്രോസ് എന്താണ്? MIKROS. ഓക്കെ, മൈക്രോസ് which means small. അപ്പൊ എവിടുന്നാണ് മൈക്രോ എന്ന വാക്കുണ്ടായത്? മൈക്രോ എന്ന വാക്ക്, ഇംഗ്ലീഷ് വാക്ക് MICRO എന്ന മൈക്രോ വാക്ക് is derived from the Greek word മൈക്രോസ്. അപ്പൊ ഗ്രീക്ക് ഭാഷയിലെ മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്, മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്, മലയാളം എഴുതുമ്പോൾ കുഴപ്പമില്ല, മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മൈക്രോ എന്ന വാക്കുണ്ടായത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ചെറുത്. അപ്പൊ നമ്മൾ എങ്ങനെയാ തിയറി എഴുതും? ചെറുത് എന്ന അർത്ഥമുള്ള, അല്ലെങ്കിൽ ചെറുത് എന്ന അർത്ഥം വരുന്ന മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് മൈക്രോ എന്ന വാക്കുണ്ടായി. മനസ്സിലാക്കണം, കൺഫ്യൂഷൻ ആവരുത്. ദ വേർഡ് മൈക്രോ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് മൈക്രോസ് വിച്ച് മീൻസ് സ്മാൾ. ക്ലിയർ അല്ലേ? ഇനി അതിനെ മലയാളം നോക്കൂ. ചെറുത് എന്ന അർത്ഥം വരുന്ന മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് മൈക്രോ എന്ന വാക്കുണ്ടായി. ക്ലിയർ അല്ല മക്കളെ? ഓക്കെ, അപ്പൊ നമ്മൾ അത് അവിടെ നിർത്തുക. എന്നിട്ട് നമ്മൾ അതിന്റെ ആ ഒരു തിയറിയിലേക്ക് പോവുക. അപ്പൊ
നമുക്ക് മൈക്രോ എന്ന വാക്ക് എവിടുന്ന് കിട്ടി എന്ന് മനസ്സിലായി. മൈക്രോ എന്ന വാക്കുണ്ടായത് മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? ചെറുത് എന്നാണ്. ഓക്കെ, ചെറുത് എന്നാണ്. ഓക്കെ, സ്മാൾ എന്നാണ്. ക്ലിയർ അല്ലേ? ഇനി എന്താണ് മൈക്രോ എക്കണോമിക്സ്? മൈക്രോ എക്കണോമിക്സ് അല്ലെ ഈസ് ദ സ്റ്റഡി അബൌട്ട് ദ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് ആൻ ഇക്കോണമി. അല്ലെ, എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അല്ലെ, മൈക്രോ ഇക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി അബൌട്ട് ദ ബിഹേവിയർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് ആൻ ഇക്കോണമി. അങ്ങനെ വേണമെങ്കിൽ ഒന്ന് വിപുലീകരിച്ച് പറയാം. എങ്ങനെ? മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് അല്ലെ, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നാൽ എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? വ്യക്തിഗത യൂണിറ്റുകളുടെ, അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം, വ്യക്തിഗത യൂണിറ്റിനെ കുറിച്ച് പഠിക്കുന്നതാണ്. ഇനി ഒന്നും കൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറയണം എന്നുള്ളവർക്ക് എങ്ങനെ പറയാം? വ്യക്തിഗത യൂണിറ്റുകളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും പറ്റി പഠിക്കുന്നതാണ്. അല്ലെ, അപ്പൊ മൈക്രോ എക്കണോമിക്സ് എന്താണ്? വ്യക്തിഗത യൂണിറ്റുകളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും പറ്റി പഠിക്കുന്ന ശാസ്ത്രമാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. അല്ലെ, മൈക്രോ എക്കണോമിക്സ് ഈസ് സ്റ്റഡി അബൌട്ട് ദ ബിഹേവിയർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് ആൻ ഇക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തിഗത യൂണിറ്റുകളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും പറ്റി പഠിക്കുന്നതാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. ക്ലിയർ ആയോ? അപ്പൊ എന്താ തിയറി? കറക്റ്റ് തിയറി എന്താണ്? ഞാൻ എങ്ങനെ പറഞ്ഞു? The word micro is derived from the Greek word micros, which means small. Microeconomics is the study about the behavior and characteristics of an individual units of an economy. ഒരു ഇക്കോണമിയിലെ വ്യക്തിഗത യൂണിറ്റുകളുടെ, ഒരു സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തിഗത യൂണിറ്റുകളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും പറ്റി പഠിക്കുന്ന ശാസ്ത്രം, അതാണ് മൈക്രോ ഇക്കണോമിക്സ് അല്ലെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. ഇത് ചെറുത് എന്നാണ് ഇതിന് അർത്ഥം. മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ പോയിന്റ് ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്കത് എഴുതാം. ഇനി ഒന്നുകൂടെ നമുക്ക് അതിന്റെ കൂടെ പറയാം. എന്താണ്? മൈക്രോ ഇക്കണോമിക്സ് ഗീവ്സ് എ വോംസ് ഐ വ്യൂ. അതാണ് മൈക്രോ ഇക്കണോമിക്സിന്റെ കാഴ്ചപ്പാട്. എങ്ങനെയുള്ളതാണ്? ഒരു പുഴുവിന്റെ കാഴ്ചപ്പാടാണ്. മൈക്രോ ഇക്കണോമിക്സ് ഗീവ്സ് എ വോംസ് ഐ വ്യൂ. വോംസ് എന്ന് പറഞ്ഞാൽ വിര അല്ലെങ്കിൽ പുഴു. ഒരു പുഴുവിന്റെ കാഴ്ചപ്പാടാണ്. എന്താ പുഴുവിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്? പുഴു എവിടെ ഇരിക്കുന്നത് അതിന്റെ കാഴ്ചപ്പാട് ആ ചുറ്റുഭാഗത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കൂടുതൽ വിശാലമായ ലോകത്തേക്ക് അതിന് നോക്കിക്കാണാൻ കഴിയില്ല. അപ്പൊ ഒരു പുഴുവിന്റെ കാഴ്ചപ്പാടാണ് മൈക്രോ എക്കണോമിക്സിന്. മൈക്രോ എക്കണോമിക്സ് അത് തന്നെയാണ്. സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ സാധിക്കും. എവിടെ മാത്രം? ആ ഉള്ള സ്ഥലങ്ങളിൽ മാത്രം. അല്ലാതെ കൂടുതൽ വ്യാപകമായിട്ടുള്ള ഒരു സ്റ്റഡി അതുമായി നടത്താൻ കഴിയില്ല. വിശാലമായിട്ടുള്ള ഒരു സ്റ്റഡി മൈക്രോ എക്കണോമിക്സ് കൊണ്ട് നമുക്ക് സാധ്യമല്ല എന്നാണ്. ക്ലിയർ ആയോ? ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് എക്സാമ്പിൾസ് ഒക്കെ പറയാം. എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? അത് പഠിക്കണം. രണ്ടിന്റെ എക്സാമ്പിൾസ് പഠിക്കണം. അതായത് മൈക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് ദ തിയറീസ് ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിനെ കുറിച്ച് പഠിക്കുന്നു. ഡിമാൻഡ്, ചോദനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഡിമാൻഡ് തിയറി അല്ലെ, ചോദന സിദ്ധാന്തം. ഡിമാൻഡ് തിയറിയെ കുറിച്ച് പഠിക്കുന്നു. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിനെ കുറിച്ച് പഠിക്കുന്നു. ഉൽപാദനം, ചെലവ്, അതിന്റെ എക്സാമ്പിൾസ് ആണ്. തിയറി ഓഫ് ഡിമാൻഡ്, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ദ തിയറി ഓഫ് ഫാക്ടർ പ്രൈസിംഗ്, ഘടക വില സിദ്ധാന്തം, അതുപോലെ തിയറി ഓഫ് വെൽഫെയർ, ക്ഷേമ സിദ്ധാന്തം, ദ പ്രൈസ് തിയറി, വില സിദ്ധാന്തം. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? മൈക്രോ ആസ്പെക്ട്സ് ആണ്. ഇതെല്ലാം മൈക്രോ എക്കണോമിക്സിന് എക്സാമ്പിൾ ആണ്. ഇതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. തിയറി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ, എന്റെ ഡിമാൻഡ്, നിങ്ങളുടെ ഡിമാൻഡ്, അതായത് നമ്മൾ ഓരോരുത്തരും ഓരോ വസ്തുവിനോട് കാണിക്കുന്ന താല്പര്യം, ദാറ്റ് ഈസ് ഡിമാൻഡ് അല്ലെ, അത് ഇൻഡിവിജ്വൽ ആണ്. അതുപോലെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ഓരോ സ്ഥാപനത്തിലെയും പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, അതിലെ ചെലവുകൾ, അതിലെ ഉൽപാദനം. അതുപോലെ തിയറി ഓഫ് ഫാക്ടർ പ്രൈസിങ്, ഓരോ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസർ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ്
അല്ലെ? അപ്പൊ അവര് ആ ഓരോ ഫാക്ടറിനെയും കുറിച്ച് പഠിക്കുന്നത്, അതുപോലെ തന്നെ ഓരോ വസ്തുവിന്റെയും വിലയെ കുറിച്ച് പഠിക്കുന്നത്, ഇതെല്ലാം മൈക്രോ ആസ്പെക്ട്സ് ആണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ എക്സാമ്പിൾ പറയുന്നത് എന്തുകൊണ്ടാണ് വെച്ചാല് പരീക്ഷയ്ക്ക് ഇത് അങ്ങനെയും വരാറുണ്ട്. ക്ലാസിഫൈ ദ ഫോളോവിങ് ഇൻ ടു മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് എക്സാമ്പിൾസ് ആണ് തരിക. എക്സാമ്പിൾസിനെ നമ്മൾ 2 കോളങ്ങളായിട്ട് തരംതിരിച്ച് ഹെഡിങ് മൈക്രോ എന്നും മാക്രോ എന്നും ആക്കി തരംതിരിച്ച് എഴുതാനാണ് പറയുക. അപ്പൊ മൈക്രോ എക്കണോമിക്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എവിടെയെങ്കിലും സംശയം വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്ത് വീണ്ടും ഒന്ന് കേട്ടു നോക്കിയാൽ, കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വരും. ഇനി രണ്ടാമത്തെ ഭാഗം എന്താണ്? മാക്രോ ഇക്കണോമിക്സ്. The word macroeconomics is derived from the Greek word macros, which means large. എന്താ? മൈക്രോയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് മാക്രോ. വലുതായിട്ട് തന്നെ നമ്മൾ പറയും, വായ തുറക്കും നന്നായിട്ട്. മാക്രോ എന്ന് പറഞ്ഞാൽ വലുത്, ലാർജ്. സ്മാൾ ചെറുത്, സ്മാൾ ചെറുത്, തുറന്നില്ല അല്ലെ? അപ്പൊ മാക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വേർഡ് മാക്രോ, MACRO, മാക്രോ ഇംഗ്ലീഷ് വേർഡ് ആണ്. ദ വേർഡ് മാക്രോ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് മാക്രോസ്, MAKROS. The word macro is derived from the Greek word macros, which means large. വലുത് എന്നർത്ഥം വരുന്ന മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാക്രോ എന്ന വാക്കുണ്ടായത്. ക്ലിയർ അല്ലേ? വലുത് എന്നർത്ഥം വരുന്ന മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാക്രോ എന്ന വാക്കുണ്ടായത്. ഓക്കെ, ഇനി എന്താണ് അതിന്റെ തിയറി? മാക്രോ എക്കണോമിക്സ് മീൻസ് which studies about all of the economy, അല്ലെങ്കിൽ അഗ്രിഗേറ്റ് എക്കണോമിക് തിയറി. ഇതൊരു അഗ്രിഗേറ്റ് എക്കണോമിക് തിയറിയാണ്. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ സഞ്ചിതം അല്ലെങ്കിൽ മൊത്തം, എക്കോണമിയെ മുഴുവനായിട്ടും പഠിക്കുക. ഇറ്റ് ഇസ് മാക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് അബൌട്ട് ഓൾ ഓഫ് ദ ഇക്കോണമി, ഓൾ, WHOLE, മുഴുവനായിട്ടും എക്കോണമിയെ മുഴുവനായിട്ടും പഠിക്കുക. സമ്പദ് വ്യവസ്ഥയിലുള്ള സർവ്വ സംഗതികളെയും കുറിച്ച് പഠിക്കുക. അപ്പൊ നേരത്തെ നിങ്ങൾ മനസ്സിലാക്കുക, മൈക്രോ എന്ന് പറയുന്നത് വ്യക്തികൾക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ്, ഓരോന്നിനെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് അതിലെ ഏറ്റവും ഓരോന്നിനെ നോക്കി പഠിക്കാൻ പറ്റും. മാക്രോ എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് റേഞ്ച് ആണ്. അത് നമുക്ക് മുഴുവനായിട്ടും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലുള്ള മുഴുവൻ വസ്തുക്കളെയും നമുക്ക് നോക്കി കാണാൻ പറ്റും. മൈക്രോ എക്കണോമിക്സ് ഒരു വോംസ് ഐ വ്യൂ ആയിരുന്നു. Whereas macroeconomics is the bird's eye view. Macroeconomics gives bird's eye view. അല്ലെ? അതൊരു പക്ഷിയുടെ കാഴ്ചപ്പാടാണ്. പക്ഷി മുകളിലൂടെ പറക്കുമ്പോൾ പക്ഷിക്ക് മുകളിലൂടെ പറന്നു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള അല്ലെങ്കിൽ എക്കോണമിയിലുള്ള സകലതിനെ കാണാം എന്ന അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പോ പുഴുവിനെ പോലെയല്ല. പുഴു എന്താണ്? ഇരിക്കുന്നിടത്ത് ഇരുന്ന് അവിടെ ഉള്ള മാത്രമേ അതിന് കാണാൻ പറ്റുള്ളൂ. പക്ഷിയാണെങ്കിൽ അതിന് മുഴുവനായിട്ടും അതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ആ രീതിയിലാണ് മാക്രോ എക്കണോമിക്സിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോ മാക്രോ എക്കണോമിക്സ് എങ്ങനെയാണ്? മൈക്രോ ക്ലിയർ ആക്കിയാൽ മാക്രോ എക്കണോമിക്സ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മക്കളെ. എന്താ പറയുക? അടുത്ത രണ്ടാമത്തെ ഹെഡിങ് കൊടുത്തിട്ട് നമ്മൾ മാക്രോ എക്കണോമിക്സ് ഹെഡിങ് കൊടുത്തിട്ട് നമ്മൾ എന്ത് എഴുതും? ദ വേർഡ് macro is derived from the Greek word macros, which means large. വലുത് എന്നർത്ഥം വരുന്ന മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാക്രോ എന്ന വാക്കുണ്ടായത്. മാക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് അബൌട്ട് ഓൾ ഓഫ് ദ ഇക്കോണമി. അത് മതി, ആ സെന്റൻസ് അങ്ങനെ മതി. മാക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് അബൌട്ട് ഓൾ ഓഫ് ദ ഇക്കോണമി. ഓൾ ഓഫ് ദ ഇക്കോണമി, സമ്പദ് വ്യവസ്ഥയിലുള്ള എല്ലാത്തിനെയും, എല്ലാ വസ്തുക്കളെയും കുറിച്ച് പഠിക്കുന്നത്, അല്ലെ? എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പഠിക്കുന്നത്. ഓൾ ഓഫ് ദ ഇക്കോണമി, എക്കോണമിയിലുള്ള സമ്പദ് വ്യവസ്ഥയിലുള്ള എല്ലാ വസ്തുക്കളെയും പറ്റി പഠിക്കുന്നതാണ് എന്ത്? മാക്രോ ഇക്കോണമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗീവ്സ് ബേർഡ്സ് ഐ വ്യൂ. ഇറ്റ് ഗീവ്സ് ബേർഡ്സ് ഐ വ്യൂ. ഇതിന് ഒരു പക്ഷിയുടെ കാഴ്ചപ്പാടാണുള്ളത്. ഇറ്റ് ഗീവ്സ് എ ബേർഡ്സ് ഐ വ്യൂ. അതിനൊരു പക്ഷിയുടെ കാഴ്ചപ്പാടാണുള്ളത്. ക്ലിയർ അല്ലേ? എക്സാമ്പിൾസ് നോക്കൂ. എക്സാമ്പിൾസ് എന്തൊക്കെയാ പറയുന്നത്? മോണിറ്ററി തിയറി. മോണിറ്ററി തിയറി എന്ന് പറഞ്ഞാൽ പണനയം. പണനയം ആരുമായി ബന്ധപ്പെട്ടതാണ്? രാജ്യത്തിന്റെ മോണിറ്ററി അതോറിറ്റിയാണ് പണനയം തയ്യാറാക്കുന്നത്. അത് നിങ്ങൾ ഉൾഭാഗത്ത് മാക്രോ എക്കണോമിക്സിന്റെ 3ാമത്തെ ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അവിടെ നിങ്ങൾ മോണിറ്ററി പോളിസി പഠിക്കും.
ഇന്ത്യയില് മോണിറ്ററി പോളിസി തയ്യാറാക്കുന്നത് ഇന്ത്യയിലെ മോണിറ്ററി അതോറിറ്റിയാണ്. ആരാണ് ഇന്ത്യയിലെ മോണിറ്ററി അതോറിറ്റി? അത് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള RBI ആണ്, അല്ലെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ പണനയം തയ്യാറാക്കുന്നത് ആരാണ്? ഇന്ത്യയില് കേന്ദ്ര ബാങ്ക് ആണ്. അപ്പൊ മോണിറ്ററി അതോറിറ്റി അത് മോണിറ്ററി തിയറി അത് രാജ്യത്തെ മുഴുവനായിട്ടും ബാധിക്കുന്നതാണ് മോണിറ്ററി തിയറി. അതുപോലെ ട്രേഡ് സൈക്കിൾസ്, വ്യാപാര ചക്രങ്ങൾ, ബിസിനസ് സൈക്കിൾ എന്ന് നമ്മൾ വേറൊരു വാക്കിൽ പറയും, അത് മൈക്രോ എക്കോണമിയാണ്. അതുപോലെ തിയറി ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് എക്കോണമിയുടെ ഗ്രോത്ത്, അത് സമ്പദ് വ്യവസ്ഥയെ മുഴുവനായിട്ടും ഉള്ളതാണ്. തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അല്ലെ, വിതരണ സിദ്ധാന്തം, അത് നമ്മൾ എല്ലാ മേഖലയിലേക്കും ഉള്ള വിതരണം, അത് മൈക്രോ എക്കോണമിയാണ്. ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര വ്യാപാരം, അത് ഒരു രാജ്യം മറ്റു രാജ്യവുമായിട്ട് നടത്തുന്നതാണ്. അപ്പൊ ഒരു രാജ്യം എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിലുള്ള എന്തും ആവാം, മനസ്സിലായല്ലോ. മറ്റു രാജ്യങ്ങളുമായിട്ട് നമ്മൾ എക്സിം നടത്തുന്നു, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് നടത്തുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള എക്സാമ്പിൾസ് എല്ലാം എന്താണ്? മാക്രോ ഇക്കണോമിക്സിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം മക്കളെ. അപ്പൊ ഈ ഭാഗം ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിൽ രണ്ട് രീതിയിൽ ചോദ്യം വരാം. ഒന്ന്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എക്കണോമിക്സ് തിയറി ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക. മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, എന്നിട്ട് മൈക്രോ എക്കണോമിക്സ് എങ്ങനെ ഉണ്ടായി, മൈക്രോ എക്കണോമിക്സിന്റെ തിയറി എന്താണ്, അത് മാത്രം എഴുതി വെക്കുക. ഇനി രണ്ടാമതായിട്ട് നമ്മൾ എന്ത് കൊടുക്കുക? മാക്രോ എക്കണോമിക്സ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് മാക്രോ എക്കണോമിക്സ് എങ്ങനെ ഉണ്ടായി, മാക്രോ എക്കണോമിക്സിന്റെ തിയറി എന്താണ്, അത് മാത്രം എഴുതി വെക്കുക. മനസ്സിലായല്ലോ? അതായത് അതിന്റെ വോംസ് ഐ വ്യൂവും അതുപോലെ തന്നെ വേർഡ്സ് ഐ വ്യൂ ഒക്കെ കൊടുക്കണം കേട്ടോ. എക്സാമ്പിൾസ് ഒഴികെ ബാക്കിയുള്ളതൊക്കെ കൊടുക്കാം എന്ന്. ഇനി നേരെ മറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ തരും ക്വസ്റ്റ്യൻ പേപ്പറിൽ, ക്ലാസിഫൈ ദ ഫോളോവിങ് ഇൻ ടു മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനിൽ എന്തുണ്ടാകും? ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അവിടെ പിന്നെ എക്സാമ്പിൾസ് തരും. കോമട്ട് എക്സാമ്പിൾസ് ഉണ്ടാവും. ആ എക്സാമ്പിൾസിനെ നമ്മൾ മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും രണ്ട് ഹെഡിങ് എഴുതിയിട്ട് രണ്ട് കോളം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പെറുക്കി എഴുതാനാണ്. അതിനും 3 മാർക്ക് തന്നെയാണ് ചോദ്യം. ഓക്കെ, ഈ രണ്ട് രീതിയിലല്ലാതെ ഇവിടുന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും. എന്താണ്? 1 വേർഡിൽ ചോദ്യം വരും. ഓക്കെ, 1 മാർക്കിന്. അങ്ങനെ അല്ലാതെ മറ്റൊരു ചോദ്യം നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഓക്കെ മക്കളെ, അപ്പൊ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുപാട് കുട്ടികൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും, ഷുവറാണ്. നിങ്ങളുടെ കമന്റ് ഒക്കെ രേഖപ്പെടുത്തുക. എത്രത്തോളം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇനി അടുത്ത ക്ലാസ് വേണം എന്നുള്ളത് കമന്റ് ആയിട്ടൊക്കെ രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും പുതിയ ക്ലാസ്സുകളുമായി ഇനിയും കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വീഡിയോ കണ്ടിരുന്ന എല്ലാവരും എന്ത് ചെയ്യുക? ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പുതിയ വീഡിയോയിൽ കാണാം. നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.